എത്ര ദയനീയവും പരിതാപകരവും ആയ അവസ്ഥയിലാണ് മനുഷ്യർ അവിടെ ജീവിക്കുന്നത് എന്നത് സാജിന്റെ റിപ്പോർട്ടിലെ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ അവർക്കൊരു നല്ല വീട്ടിലേക്ക് മാറണമെന്ന് സ്വാഭാവികമായും ആഗ്രഹമുണ്ടാകും. അവരുടെ പേരുള്ള ഭൂമിയാണ്. പക്ഷെ അവർക്ക് ലൈഫ് പദ്ധതിയിലടക്കം പുതിയ വീട്ടിലേക്ക് മാറാൻ, പുതിയ വീട് നിർമ്മാണത്തിന് കഴിയുന്നില്ല എന്ന് സാജിത്തിന് അവിടെ എത്തിയപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെ സാങ്കേതികത്വങ്ങളാണ് ഇവിടെ തടസ്സമാകുന്നത്? അത് മറികടക്കാൻ പറ്റുന്ന ഒന്നാണോ സാജിദ്? സൈഫുദ്ദീൻ, അത്ര ദയനീയമായ കാഴ്ചകളാണ്. ഞാൻ ആദ്യം ഇൻട്രോയിൽ സൂചിപ്പിച്ച പോലെ ഉത്തരേന്ത്യയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബീഹാറിലൊക്കെ ഇത്തരം കാഴ്ചകൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. ഇത് 10 പേരാണ് ആ വീട്ടിനകത്ത് താമസിക്കുന്നത്. ഇത് ഈ കുടുംബത്തിന്റെ മാത്രം ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ്. നിരവധി 10ഓ 15ഓ കുടുംബങ്ങളല്ല, 100 കണക്കിന് കുടുംബങ്ങളാണ് ഇതുപോലെ സർക്കാർ ഒരു കാലത്ത് മിച്ചഭൂമിയായി ഏറ്റെടുത്ത് മിച്ചഭൂമി ഈ പല ലക്ഷം വീട് നഗറുകളും മറ്റുമായി നൽകി അതിൽ തന്നെ സർക്കാർ കുടിവെള്ള പദ്ധതികൾ സ്ഥാപിക്കുന്നു, പലർക്കും വീട് വെച്ച് നൽകുന്നു. ഇത്തരം ഒരു സ്ഥലത്താണ് നമ്മൾ ഈ തൃക്കടീരിയിലെ മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ 20ഓളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഈ വനം വകുപ്പ് ഇത്തരം അവകാശവാദം ഉന്നയിച്ചതോടുകൂടി പല കുടുംബങ്ങളും പോയി. ഇപ്പോൾ ഈ കുഞ്ചുണ്ണിയും കുടുംബവുമാണ് അവിടെ ഇങ്ങനെ കുടിൽ കെട്ടി താമസിക്കുന്നത്. ഈ കുഞ്ചുണ്ണിയും ഭാര്യയും 3 മക്കളും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളുമായി 10 അംഗങ്ങളാണ്. ആ നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല. അവിടെയാണ് അവർ ഭക്ഷണം പാകം ചെയ്യുന്നതും കിടന്നുറങ്ങുന്നതും എല്ലാം തന്നെ. പിന്നീട് ആ ദൃശ്യങ്ങളിൽ കാണാം, നേരത്തെ ഈ ലക്ഷം വീട് നഗറായിരുന്നപ്പോൾ ഈ പഞ്ചായത്ത് നിർമ്മിച്ച് നൽകിയ ഒരു കുടിവെള്ള പദ്ധതിയാണ്. ആ കുടിവെള്ള പദ്ധതി ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അതായത് മറ്റൊരു പ്രവർത്തനങ്ങളും നടത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ മറ്റു കുടുംബങ്ങൾ പോയി അത് വെട്ടിപ്പൊളിച്ച് അതിനകത്താണ് സ്ത്രീകളെല്ലാം തന്നെ കുളിക്കാൻ ഉപയോഗിക്കുന്നത്. അത്ര ദയനീയമായ ഒരു അവസ്ഥയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ റവന്യൂ വകുപ്പ് ഈ ജന്മിയിൽ നിന്ന് ഈ ഭൂമി ഏറ്റെടുക്കുന്നു. അതായത് ഭൂപരിഷ്കരണ നിയമപ്രകാരം ഏറ്റെടുക്കുന്നു. പിന്നീട് അത് മിച്ചഭൂമിയായി നൽകുന്നു. മിച്ചഭൂമിയായി നൽകുക എന്ന് പറഞ്ഞാൽ അപേക്ഷ നൽകി അടുത്ത ദിവസമോ അടുത്ത മാസമോ ലഭിക്കുന്ന ഒന്നല്ല. ആ ഭൂമി ആദ്യം ലാൻഡ് ബോർഡ് കണ്ടെത്തുകയാണ്. ലാൻഡ് ബോർഡ് കണ്ടെത്തി അത് പിന്നീട് സർവേ വകുപ്പ് അളന്ന് തിട്ടപ്പെടുത്തി അത് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് ഈ ഭൂപരിഷ്കരണ നിയമപ്രകാരം ഏതെല്ലാം കുടുംബങ്ങളാണ് അർഹരായത് എന്ന് കണ്ടെത്തി അവർക്ക് മിച്ചഭൂമിയായി നൽകുക എന്നുള്ള ഒരു സംവിധാനമാണുള്ളത്. അതിൽ പിന്നെ സർക്കാരിന്റെ പല വകുപ്പുകളുടെ സഹായം ലഭിക്കും. പക്ഷെ പിന്നീട് 1971 പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് എന്നൊരു ആക്ട് 71 നിലവിൽ വന്നിരുന്നു. ആ ആക്ട് പ്രകാരം തങ്ങൾ ഏറ്റെടുത്ത ഭൂമിയാണെന്ന് വനം വകുപ്പ് പറയുന്നു. അതോടുകൂടി പിന്നീട് ഈ കുടുംബങ്ങൾ 100 കണക്കിന് കുടുംബങ്ങൾ വലിയ പ്രതിസന്ധി അനുഭവിക്കുകയാണ്. അവരുടെ ഈ പലർക്കും വീടിന് കരം സ്വീകരിക്കുന്നു, എന്നാൽ ആ ഭൂമിക്ക് കരം സ്വീകരിക്കുന്നില്ല. പിന്നീട് സർക്കാരിന് ഒരു സഹായം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാം തന്നെ നിലയ്ക്കുകയും അവർ സ്വന്തം ഭൂമിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് കേസ് വരുന്ന ഒരു അവസ്ഥയും അടക്കം ആണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സൈഫുദ്ദീൻ, മിച്ചഭൂമിയാണ്, പക്ഷെ നിലവിൽ അല്ല പേപ്പേഴ്സോ ആധാരമോ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടോ? നികുതി സ്വീകരിക്കുന്നില്ല എന്ന് മനസ്സിലാകുന്നു. എന്തെങ്കിലും പേപ്പേഴ്സ് ഈ ഭൂമിക്ക് അവരുടെ കയ്യിലുണ്ടോ? സൈഫുദ്ദീൻ, ഇവരുടെ ഈ കുഞ്ചുണ്ണിയുടെയും കുടുംബത്തിന്റെയും മാത്രം കാര്യം എടുക്കുകയാണെങ്കിൽ ഇവർക്ക് നേരത്തെ പട്ടയം എല്ലാം ലഭിച്ചതാണ്. ഒരു സുപ്രഭാതത്തിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നുള്ള ചില ഉദ്യോഗസ്ഥരും മറ്റും എത്തി ഇവരോട് ഇത് തിരികെ ചോദിക്കുകയും ഇവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ട് തിരികെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റ് പലയിടത്തും, പ്രത്യേകിച്ച് പാലക്കാട് നഗരത്തിന് സമീപമുള്ള ഒലവക്കോട് റേഞ്ചിൽ, പുതുപ്പരിയാരം, മുണ്ടൂർ തുടങ്ങിയ ഭാഗങ്ങളിൽ എല്ലാവർക്കും തന്നെ അവർ കരമടച്ച റെസിപ്റ്റ് ഉണ്ട്, അവർക്ക് പട്ടയമുണ്ട്, അവർക്ക് ആധാരങ്ങൾ ണ്ട്. അതോടൊപ്പം തന്നെ ഈ ആധാരവും പട്ടയവും എല്ലാം വെച്ച് ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് ആ വായ്പ തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇത്തരം നിരവധി ആളുകളുണ്ട്. അവർക്ക് പക്ഷേ വനം വകുപ്പിന്റെ ഈ വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഇതെല്ലാം തന്നെ പ്രതിസന്ധിയിലായിരിക്കും. നമ്മൾ ഏറ്റവും ആലോചിക്കേണ്ട കാര്യം ഇത് ഏതെങ്കിലും വ്യക്തികളുടെ ഭൂമിയല്ല, മറിച്ച് ഈ സർക്കാർ ഏറ്റെടുത്ത് വിതരണം ചെയ്ത ഭൂമിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനവും ഏറ്റവും ഗൗരവമുള്ള കാര്യം. ഈ പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് ആണ് ഇവർക്ക് മുന്നിൽ വലിയ പ്രതിബന്ധമാകുന്നത്. ഇത് മറികടക്കാവുന്ന ഒന്നാണോ? ഇതുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ പാവങ്ങളുടെ കാര്യത്തിൽ ഒരു വീട് ലൈഫ് പദ്ധതിയിൽ ഒരു വീടെങ്കിലും വരുന്നതിന് ഈ ആക്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭേദഗതികൾ സാധ്യമാണോ? അതോ ഇതിങ്ങനെ തന്നെ ഈ മനുഷ്യർ ഈ ദുരിതവും പേർ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നാണോ?
സൈഫുദ്ദീൻ, ഇതൊരു സംസ്ഥാന നിയമമാണ്. കാരണം ഈ കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് എന്നുള്ളതാണ് 1971 എന്നുള്ളതാണ് ആക്ടിന്റെ പേര്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നേരത്തെ അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപെല്ലാം തന്നെ ജന്മിമാർ പല കാടുകളും അവരുടെ കൈവശം വെച്ച് പോന്നിരുന്നു. ഈ കാടുകൾ വെസ്റ്റ് ചെയ്യുക, അതായത് ഏറ്റെടുക്കുക, പിന്നീട് ഇത് ഭൂരഹിതരായ കർഷകരായ ആളുകൾക്ക് വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഈ ആക്ട് കൊണ്ട് സർക്കാർ ഉദ്ദേശിച്ചിരുന്നത്. വെസ്റ്റിംഗ് അഥവാ ഈ ഏറ്റെടുക്കൽ നടന്നു, എന്നാൽ ഇത് വിതരണം ചെയ്യൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. പല സ്ഥലത്തും സംഭവിച്ചിരിക്കുന്നത് ഈ വകുപ്പുകൾ തമ്മിലുള്ള ഈ ആശയവിനിമയം കൃത്യമായി നടക്കാത്തതും ഒരു പ്രശ്നമായിട്ടുണ്ട്. ഒരേ ഭൂമി തന്നെ റവന്യൂ വകുപ്പും ഏറ്റെടുത്തു, അതേ ഭൂമി തന്നെ വനം വകുപ്പും ഏറ്റെടുത്തു. അത് പലതും ഈ ജന്മിമാർ ഈ വകുപ്പുകളെ കബളിപ്പിച്ച അതായുള്ള ചില വിവരങ്ങളുമുണ്ട്. കാരണം ഈ ജന്മിമാർക്ക് ഈ 15 ഏക്കറിൽ കൂടുതൽ ഒരാളുടെ കൈവശം വെക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പലർക്കായി വിൽക്കാൻ പറ്റുന്നതെല്ലാം വിറ്റു. പിന്നീട് വന്നത് ഞാൻ മിച്ചഭൂമിയായി നൽകി എന്ന് പറഞ്ഞ് അങ്ങ് നൽകുകയാണ്. പിന്നീട് വനം വകുപ്പ് വരുമ്പോൾ ഇവർ ഈ വനം വകുപ്പിനും ഈ ഭൂമി വിട്ടു നൽകുന്നു. എന്നാൽ വകുപ്പുകൾ തമ്മിൽ ആശയവിനിമയം നടന്നിട്ടില്ല. ഇനി ഇതിന് പരിഹാരം എന്ന് പറയുന്നത് പുതിയ നിയമനിർമ്മാണം സർക്കാർ നടത്തണം. ഇല്ലെങ്കിൽ മന്ത്രിസഭ തന്നെ ഒരു തീരുമാനമെടുത്ത് ഇത് മിച്ചഭൂമിയായി റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് വിതരണം ചെയ്ത ഭൂമിയാണെന്നും അതുകൊണ്ട് തന്നെ ഇതിൽ വനം വകുപ്പ് ക്ലെയിം ഉന്നയിക്കുന്നത് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഈ വനം വകുപ്പും റവന്യൂ വകുപ്പും സംയുക്തമായി ഒരു തീരുമാനത്തിലെത്തി. അതിന് മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പുതിയ നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട്. അത്ര എളുപ്പത്തിൽ ഏതെങ്കിലും ഒരു വനം വകുപ്പിന്റെ റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ തീരുന്നൊരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ തന്നെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്.